ഫ്രണ്ട്സ്, കംപ്ലീറ്റ് വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിന്റെ ഡേ 8 ആണ്, 8ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വിജീഷിന്റെ ബർത്ത്ഡേ ജൂൺ 5 ആയിരുന്നെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഒന്നിനും പറ്റിയില്ല. കാരണം വിജീഷയുടെ അങ്ങാണ്, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാലും നമ്മളെല്ലാവരും പനിച്ചു പോയി, വീട്ടിൽ ആർക്കും വയ്യായിരുന്നു. അപ്പം അതിനൊന്നും സാധിച്ചില്ല. പക്ഷേ വിജീഷിന്റെ നാള് വരുന്നത് ഇന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാൻ വിജീഷിന്റെ അവിടുത്തെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ജസ്റ്റ് ഒരു കേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ന് രാത്രി കേക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്ന. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വൈഫൈ കണക്ഷൻ എടുക്കാൻ പോകാം കേട്ടോ. ഇതുവരെ നമ്മളവിടെ വൈഫൈ കണക്ഷൻ ഇല്ലായിരുന്നു. അപ്പം ജിയോയുടെ വൈഫൈ കണക്ഷൻ എടുക്കാൻ പോകുന്നത് അന്ന് രണ്ടാമത്തെ ഒരു സന്തോഷ വാർത്ത. പിന്നെ ഉള്ളത് ഇന്ന് കാര്യറ്റ് പോകണം. പിന്നെ വീട്ടിൽ ജസ്റ്റ് മുകളിൽ നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് ജസ്റ്റ് അതൊന്ന് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എല്ലാം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടോക്കാം. അപ്പോൾ രാവിലത്തെ തന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ ചീമച്ചക്ക അവിച്ചത് വേണം കാപ്പിയായിട്ട് കഴിച്ചത്. വേറെ ഒന്നും രാവിലെ ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സംഭവം കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 11-11:30 ആയപ്പോഴത്തേക്ക് വൈഫൈ കണക്ഷൻ്റെ ആ പുള്ളിക്കാരൻ വന്നായിരുന്നു കേട്ടോ. അപ്പം അടുത്ത വെള്ളിയാഴ്ചക്കകം സെറ്റ് ചെയ്ത് തരാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അവൻ പോയതിന് ശേഷം നമ്മൾ അമ്മയ്ക്ക് ബിസ്മി പോകണമായിരുന്നു. നമ്മളെ വിളക്ക് വലിയ വിളക്കാണ്. അപ്പോൾ അതിന് മേച്ചായ ഒരു വലിയ തട്ടവും കൂടി മേടിക്കാനായിട്ട് നമ്മളവിടെ പോയി. എന്നിട്ട് ചിക്കനൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ടും ഞാൻ എൻ്റെ തിരിച്ചെൻ്റെ റൂമിൽ എത്തിയതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. കാരണം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അമ്മയുടെ റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റായി എൻ്റെ ചെറിയ ഷോയൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ മറ്റേ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര അഹങ്കാരമില്ലേ, അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം. പിന്നെ ഞാൻ ഒരു ബുക്ക് വായിക്കാൻ തീരുമാനിച്ചു, കണ്ടുപിടുത്തങ്ങളുടെ കഥ. അത് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് തന്നെ 3-4 മാസമായി എന്നാണ് തോന്നുന്നത്. ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് നിങ്ങൾ കാണിച്ചിരുന്ന കാണുന്നില്ല. ഞാൻ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ഒരു 12ാമത്തെ ഒരു സ്റ്റോറി കേട്ടോ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് എഴുതിയത് പ്രൊഫസർ എൻ പ്രസന്നകുമാരി അമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് കേട്ടോ എഴുതിയത്. പക്ഷേ ഇതിൽ കുറേ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബുക്ക് വായിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ വളരെ മാരകമാണ്. ഞരമ്പൊക്കെ പിടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബുക്കും കണ്ണുമായിട്ട് എന്ത് ബന്ധമെന്ന്. ഫോണിൽ നോക്കി സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണടിച്ച് പോയിന്നാന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അവസ്ഥ വളരെ മാരകമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങ് ബുക്ക് വായിക്കാൻ വിചാരിച്ച് അങ്ങനെയുള്ള ഷോയൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാതെ സത്യം സന്തോഷം കാരണം എടുക്കുന്നതിന്. കാരണം ഇപ്പോൾ ഒരു 10-10:30 രാത്രി 10:30 ആയി കേട്ടോ. അതായത് ഈ ഒരു ടൈമായിട്ടും വിജീഷിയുടെ ഇതുവരെ വിളിച്ചില്ല. സാറിന് 10 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാനുള്ളതാണ്, പക്ഷേ ഇതുവരെ വിളിച്ചില്ല. അപ്പോൾ എന്തായാലും കേക്ക് കിട്ടി കാണും. കേക്ക് എന്തായാലും ഈ ഒരു ടൈമിൽ കൊടുക്കാം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ കിട്ടി കാണും. വിജീഷിൻ്റെ കോൾ എന്തായാലും വന്നില്ല. നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു ഇതില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വിജീഷിൻ്റെ ആ ഒരു എക്സ്പ്രഷനും എല്ലാം കാണണമെന്ന് എനിക്കുണ്ട്. എന്തായാലും വീഡിയോ കിട്ടുമെന്നാണ് വീഡിയോ കിട്ടുമെന്ന് ഞാൻ ഉറപ്പായിട്ടും എഴുതും കേട്ടോ. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ ഒരു സർപ്രൈസായിട്ട് വിജീഷിന് വേറെ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എന്തോന്നായാലും ഇത് കിട്ടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമ്പോഴത്തേക്ക് മാവുമായിരിക്കും, അതെനിക്കറിയാവും. അപ്പം എന്തായാലും എനിക്കൊരു സന്തോഷം ഞാൻ ഇങ്ങനെ പിടിച്ച് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആരുടെ അടുത്തും പറയാൻ വേറെ. സാധാരണ ഞാൻ അമ്മയോടെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയോടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ച് വന്നു. പിന്നെ ഞാൻ വേറെ ആരുടെ പറയില്ല. കൂടുതൽ സമയം ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ ഈ കണ്ണും വയ്യ. അതാണ് ഞാൻ ബുക്കൊക്കെ എടുത്ത് ചെയ്യണം. ബുക്കൊക്കെ വായിക്കാനായിട്ടില്ല, ബുക്കൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പം എന്തായാലും ഞാൻ വീഡിയോ കാണിക്കാം. Happy birthday to you. एक घंटे से वेस्ट करके अल्लाह हैप्पी बर्थडे गंदा भी लगता था, गंदा पड़ने वाला था ये तो ചേട്ടനെ പോലും ഓർമ്മയില്ലായിരുന്നു കേട്ടോ. ഇന്നാണ് ചേട്ടൻ്റെ നാൾ വരുന്നത് എന്നൊന്നും ഓർമ്മയില്ലായിരുന്നു. ആ എക്സ്പ്രഷൻ നിങ്ങളല്ലേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലടാ എന്നാട്ടോ പറഞ്ഞത്.
പിന്നെ ദാ ഈ പുള്ളിക്കാരനാണ് കേക്ക് മേടിച്ച് കൊടുക്കുമെന്ന് ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്, എന്നെ സഹായിച്ചതിന് കുറേ നന്ദി. കാരണം ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കത്തുള്ളൂ. ഇവിടെ നാട്ടിൽ നിന്നിട്ട് നമുക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ മേടിച്ച കേക്ക്. കേക്കിലെ വിജേഷ് എന്നുള്ള സ്പെല്ലിങ്ങൊക്കെ ഫുൾ തെറ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.